നമസ്കാരം. വീണ്ടും മണിപ്പേഴ്സ് മലയാളം യൂട്യൂബ് ചാനൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഒരുപാട് ആൾക്കാർ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ട്വിറ്റർ പിന്നെ യൂട്യൂബിലും ഒരുപാട് ആൾക്കാർ എന്നെ ടാഗ് ചെയ്തായിരുന്നു. ആയിരക്കണക്കിൽ ജനങ്ങളാണ് എനിക്ക് ടാഗ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ആൾക്കാർ എന്നെ ഇന്നലെ വന്ന് കണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ എന്നെ ഫോണിലും വിഷ് ചെയ്തായിരുന്നു. എന്നെ വിഷ് ചെയ്ത എല്ലാവർക്കും എൻ്റെ മനമാർന്ന ഒരു നന്ദികളാണ്. നിങ്ങളെ ഈ ചെറിയ ചെറിയ വിഷസ് ഒക്കെ എനിക്ക് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവർക്കും എൻ്റെ സാർബിലും എൻ്റെ ഫാമിലിയുടെ സാർബിലും എൻ്റെ ടീമിൻ്റെ സാർബിലും വളരെ നന്ദിയുണ്ട്. സ്വർണം 1700 രൂപ കയറിയിരിക്കുന്നു. 2 നാൾ ചേർത്ത് 350 രൂപ ഇറങ്ങി. 22 ക്യാരറ്റ് ഗോൾഡ് 15,050 ഇരിക്കുന്നത്. പക്ഷേ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഗോൾഡ് ഇറങ്ങിയിരിക്കുന്നു 16,480 ഇരിക്കുന്നത്. സോ ഇതൊക്കെ നോക്കുമ്പോൾ ഇപ്പോൾ എങ്ങനെ എന്ത് വീഴുന്നു എന്നതിന് നമ്മൾ നോക്കാം. വെള്ളി വന്നിട്ട് 2,95,000 ഇരിക്കുന്നു. വെള്ളിക്കും ടാക്സ് ഇരിക്കുന്നു. വെള്ളിയും ഗോൾഡും വച്ചിരിക്കുന്നവർക്ക് മോഡിജി 1 ഗ്രാമിന് 1000 രൂപ ഗോൾഡിനും ഒരു 30 രൂപ 40 രൂപയും കൊടുത്തിരിക്കുന്നു. 1 ഗ്രാമിനാണ്. വളരെ നന്ദി എന്ന് നമുക്ക് പറയാം. വലിയ ഒരാളാണ്. നമുക്ക് ധാരാളം മനസ്സുകൊണ്ടാണ് ഇത്രയും ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ചേർത്ത് ഒരേ ദിവസത്തിൽ ഒരു 4 ലക്ഷം രൂപയും വെള്ളിക്കും ചേർത്ത് കൊടുത്തിരിക്കുന്നു. ഇപ്പം കുറയുവാണെങ്കിലും പുറകെ പിന്നെയും തിരികെ കയറും. സോ നമുക്ക് മോഡി സാറിന് വളരെ നന്ദി പറയാം. ഇതുമല്ലാതെ ഇന്ന് നിഫ്റ്റി 300 പോയിന്റ് പ്ലസ്സിലാണ് ഇരിക്കുന്നത്. മുകളിലും താഴെയും പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് മെയിനായിട്ട് ബാങ്ക് നിഫ്റ്റിയെ കയറ്റിയിരിക്കുന്നു. ബാങ്ക് നിഫ്റ്റി എന്തുകൊണ്ട് കയറ്റിയിരിക്കുന്നു എന്നതിനെ കുറിച്ച് നോക്കാം. ഫാർമ റിസൾട്ടിനെ നോക്കാം. ഷെർബ വന്നിട്ട് അതിപാതാളത്തിൽ ചെന്നിരിക്കുന്നു. 95 85 കണ്ടായിരുന്നു. എന്ന് വെച്ചാൽ 96 ടച്ച് ചെയ്യാൻ വന്നു. അല്ല, വെളിയിൽ പോയി വാങ്ങണമെങ്കിൽ 98 കുറയുന്നില്ലാതെ വാങ്ങാൻ പറ്റൂല. സോ 98 ഇന്ന് 2 റൺ അടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് സെഞ്ചുറി. ഇന്നും ഒരു 4 റൺ അടിക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് സെഞ്ചുറി. റേ 4 തീർക്കുമ്പോൾ എന്നതിനെ കുറിച്ച് നോക്കണം. കച്ചാനേരെ വില $105 അടുത്തിരിക്കുന്നു. ഇന്നുള്ള നമുക്ക് സന്തോഷമായിട്ടുള്ള ന്യൂസുകൾ എന്തെന്ന് വെച്ചാൽ എല്ലാം ബുസ്ന്ന് കയറിയിരിക്കുന്നു. ഓൺലി IT 1.6 ഡൗൺ, ആട്ടോ 0.4 ഡൗൺ, മെറ്റൽ കയറിയിരിക്കുന്നു, FMCGയും ഏറിയിരിക്കുന്നു, ഫാർമയും ഏറിയിരിക്കുന്നു. നമ്മൾ പറഞ്ഞ സ്റ്റോക്കിൽ സിപ്ല ഏറിയിരിക്കുന്നു, റൈഡേഴ്സ് ഏറിയിരിക്കുന്നു 7.1%, TVS മോട്ടർ -3.1 താഴെ ഇറങ്ങിയിരിക്കുന്നു, കമേഴ്ഷ്യൽ വെഹിക്കിൾ -3 വിഴുന്നിരിക്കുന്നു, സെൽ ടൈംസ് -2.4, മഹേന്ദ്ര ആൻഡ് മഹേന്ദ്ര 2 ഫി -1.7, TCS -1.6, തങ്കമയിൽ -1.4, ഹീറോ മോട്ടോർ കാർപ്പ് -1.3, തമിഴ്നാട് മെർക്കൻഡൈൽ ബാങ്ക് -1.2 എല്ലാം ഇറങ്ങിയിരിക്കുന്നു. ഓവറോളായി എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ രാവിലെ കണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ ഇവിടെ ഇർനാട് ന്യൂസിൽ നോക്കിയാൽ നമ്മളെടുത്ത് 1% 2% ഇരുന്ന ഹോൾസെയിൽ പ്രൈസിങ് വച്ച് തന്നെ 8.2% കയറിയിരിക്കുന്നു. ഏപ്രിൽ മാസത്തിൽ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് 8.3 ആണ്. ഇനി ഏറി ഇറങ്ങും. പക്ഷേ ഈ ഹോൾസെയിൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു കോയമ്പേട് മാർക്കറ്റാണ്. കോയമ്പേട് മാർക്കറ്റിൽ 8.3 കയറിയ പ്രൈസ് എടാപ്പൂർ എത്തുമ്പോൾ 3.48 ആകുന്നു. മൈലാപ്പൂർ ആൻഡ് കോയമ്പേടിൻ്റെ അകത്ത് എങ്ങനെയാണ് ഈ 5% കുറയുന്നത് എന്നത് പറയണം. മൈലാപ്പൂർക്കാരൻ ലാസ്റ്റിൽ വിൽക്കണം. കോയമ്പേടുകാരൻ പോയാൽ പോട്ടെന്ന് പറഞ്ഞ് ലാസ്റ്റിൽ വിൽക്കണം. കോയമ്പേടുകാരൻ ലാസ്റ്റിൽ ഇറക്കുവാണെങ്കിൽ 8.3 കണക്ക് കാട്ടൂല. നമ്മൾ എന്ത് പറയുന്നു, മൈലാപ്പൂരിൽ ഇരിക്കുന്ന കടമൊക്കെ 5% നഷ്ടത്തിൽ വിൽക്കുന്നു എന്നാണ്. ഈ ലാജിക്കാണ് ഒന്നും മനസ്സിലാകാത്തത്. ഗോൾമാൽ ഹൈസേ ഗോൾമേൽ എന്ന് പറഞ്ഞ് തില്ലുമുല്ല് പടം ഒന്ന് ആലച്ചന്ദ്രൻ ചെയ്തായിരുന്നു. തില്ലുമുല്ല് എന്ന് പറയണത് പോലെ ഇരിക്കുന്നു. സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലിരുന്ന് അവർ പറഞ്ഞ കാരണം ഞാനും പറയുന്നു. ഒരു സൈഡിൽ 3.5 എന്ന് പറയുന്നു, ഒരു സൈഡിൽ 8.3 എന്ന് പറയുന്നു. അതിനുശേഷം ഞങ്ങൾ രണ്ടിനെ മിക്സ് ചെയ്ത് കുറയ്ക്കുമെന്ന് പറയുന്നു. അട്ടയ ഹോൾസെയിൽ ഇടുവാണെങ്കിൽ ഇന്ത്യയുടെ ഗ്രോത്ത് 0 എന്ന സ്ഥിതിക്കാണ് വന്ന് നിൽക്കും. ശരി, അമുൽ, മദർ മിൽക്ക്, ദെൻ ഈ ഡയറി പ്രൊഡക്ട്സിൻ്റെ ഈ പാല് വിലയൊക്കെ 2 രൂപ കയറ്റിയിരിക്കുന്നു. ഇന്ന് തന്നെ കയറ്റിയിരിക്കുന്നു. ആവിൻ ഇന്നും കയറിയില്ല. അതിനെയും കാരണം ഇൻപുട്ട് കോസ്റ്റ് കയറിയിരിക്കുന്നു. അതിനെ കയറ്റാതെ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റൂല. പ്രൈവറ്റ് പാലൊക്കെ കയറ്റിയിരിക്കുന്നു. രൂപ ഇറങ്ങി അതിപാതാളത്തിലാണ് ചെല്ലുന്നു. 96 എത്തും അത്. അതായത് അത് ഇന്ന് തന്നെ വരുമെന്ന് പറയുന്നു. ഡിസംബറിൻ്റെ അകത്ത് 98 എന്ന് പറയുന്നു. ഡോണ്ട് വറി, ഇതുപോലെ തന്നെ ചെല്ലുവാണെങ്കിൽ ഡിസംബറിൻ്റെ അകത്ത് 98 എത്തും. ഡേറ്റ് എന്ന് പറയുമ്പോൾ 2% നിങ്ങൾ കമ്മീഷൻ കൊടുത്താണ് വാങ്ങണം. ചെറിയ അടിക്കും ഡിസംബറിൽ എന്ന് എല്ലാവരും മുമ്പേ ഇപ്പോൾ വാർത്തർന്ന് പറയുന്നു. ഇപ്പോൾ ഗവൺമെൻറ് എന്ത് പറയുന്നു എന്നാൽ
ചൈനയ്ക്ക് വ്യാപാരം ഇല്ല എന്നാണ്. ചൈനക്കാരൻ വളരെ കഷ്ടപ്പെടുന്നു. ഇന്ന് കഷ്ടപ്പെടുമ്പോൾ നമുക്ക് വേദനിക്കുന്നു. കാരണം ചൈനയുടെ അടുത്ത് നിന്ന് നമ്മൾ ഒരു 60 ലക്ഷത്തിൽ നിന്ന് 80 ലക്ഷം വരെ ഇൻഡക്ഷൻ സ്റ്റൗ വാങ്ങി ജനങ്ങളെ ചൈനയെ സന്തോഷിപ്പിക്കണം എന്ന് പറയുന്നു. നമ്മൾ ആൾറെഡി സ്റ്റവ് ക്രാഫ്റ്റിനെ കൺസിഡർ ചെയ്താണ് വച്ചിരിക്കുന്നു. കാരണം സ്റ്റവ് ക്രാഫ്റ്റ് ഇപ്പോൾ ഓഹോ എന്ന് ഓടിക്കൊണ്ടിരിക്കുന്നു. 3 മടങ്ങ് ലാഭത്തിലാണ് ഇരിക്കുന്നത്. ഒരു കാലത്തിൽ എല്ലാവരും കരഞ്ഞായിരുന്നു. അത് മാത്രമല്ലാതെ ടിക്ക് പ്രസ്റ്റീജും കയറിയിരിക്കുന്നു. അതായത് ഇനി ഇൻഡക്ഷൻ സ്റ്റൗ ന്യൂലി ഇമ്പോർട്ട് ചെയ്യണം. ചൈനയിലും ഷോർട്ടേജ് എന്ന് പറയുന്നു ഇന്ത്യ വാങ്ങുന്ന കാരണം. അങ്ങനെ വാങ്ങി മണിപ്പിച്ച് സ്റ്റിക്കർ ഇട്ട് വിറ്റാൽ കൂടെ വിൽക്കുമെന്നാണ് തോന്നുന്നു. ബട്ട് ഇന്ന് മെയ്ഡ് ഇൻ ചൈന സോൾഡ് ഇൻ ഇന്ത്യയാണ്. സോ മേക്ക് ഇൻ ചൈനയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കഷ്ടപ്പെട്ട് പാടുപെടുന്നു. ഗവൺമെൻറ് തന്നെ മേക്ക് ഇൻ ചൈനയെ എൻകറേജ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇൻ ഇന്ത്യയുടെ സിമ്പിളൊക്കെ നോക്കിയുണ്ട്. ഇല്ലരുത് വാങ്ങി ക്വാളിറ്റി അത് ഇതെന്ന് പറഞ്ഞ് എന്തിരിക്കുന്നു. അതാണ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കിയാൽ ശരി. ട്രംപും സിയും നോക്കി കട്ടിപ്പിടി വൈദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. 9 കൊല്ലം കഴിഞ്ഞ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് ചൈനയ്ക്ക് ചെന്നിരിക്കുന്നു. ഇത് കാരണം എന്ത് വരുമെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. തായ്വാനെക്കുറിച്ച് സംസാരിക്കും, അവർ ഇറാനെക്കുറിച്ച് സംസാരിക്കും. ഇതിൻ്റെ അകത്ത് തന്നെ ഒരു പുരളിയെ കളപ്പി ഹോമൂസിന് തുറക്കും എന്ന് പറഞ്ഞു. ഹോമൂസ് തുറന്നതുപോലെ എനിക്ക് അറിയാൻ പറ്റുന്നില്ല. അതിനുശേഷം US ചൈനയും ഈ ടാരിഫ് മാറ്ററിനൊക്കെ കുറിച്ച് ഡിസ്കസ് ചെയ്യും എന്നൊക്കെ പറയുന്നു. കെവിൻ വാഷിനെ അവർ കൺഫേം ചെയ്തിരിക്കുന്നു. അതായത് അവർ തന്നെ ഫെഡറൽ ചീഫ് എന്ന്. ഇത് കാരണം ഇൻഫ്ലേഷൻ കയറിയിരിക്കുന്നു. ഇൻഫ്ലേഷൻ കയറുന്ന സമയം ട്രംപ് എന്ത് പറഞ്ഞിരിക്കുന്നത് എന്നാൽ റേറ്റിനെ കുറയ്ക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അമേരിക്കയിൽ ഇൻഫ്ലേഷൻ റേറ്റ് 3.8 ചെന്നിരിക്കുന്നു. ഇത് കാരണം വട്ടിയൊക്കെ കയറണം. പക്ഷെ ട്രംപ് കെവിൻ വാഷിൻ്റെ അടുത്ത് എന്ത് പറഞ്ഞ് ഇറക്കിയിരിക്കുന്നു എന്നാൽ ഇൻട്രസ്റ്റ് റേറ്റിനെ കുറയ്ക്കാൻ പറഞ്ഞാണ് ആൾ ഇറക്കിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഗോൾഡ് അമേരിക്കയിൽ വീഴുന്നത് എന്നാൽ ഇൻഫ്ലേഷൻ 3.8 എന്ന് പറയുവാണെങ്കിൽ അമേരിക്ക റേറ്റിനെ കയറ്റും. നമ്മളെ സ്ഥലങ്ങളിലുള്ളവരാണ് എക്കണോമിക്സ് എന്നൊക്കെ മറന്നത്. ഇത് കാരണം എക്കണോമിക്സ് എന്ത് പറയുന്നു എന്നാൽ ഇതൊക്കെ എന്താണ് കാര്യം, പാവപ്പെട്ടവർക്കല്ലേ കയറുന്നു. ജിയുടെ കൂട്ടുകാർ A1 A2 ഒക്കെ കടൻ വന്നിരിക്കുന്നു. അതൊക്കെ RBI തടുത്താൽ മാത്രം മതി, റേറ്റ് ഒന്നും കേട്ടേണ്ട. ആയിട്ട് 200 രൂപ താഴെ ഇറക്കേണ്ട ശ്രമമൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ശേഷം ഡ്യൂട്ടി ഗ്യാപ്പ് ഭയങ്കരമായിട്ട് വന്ന ഉടനെ ദുബായ് പറയുന്നത് വി ആർ ബാക്ക് എന്നാണ്. അതായത് ഡ്യൂട്ടി ഗ്യാപ്പ് വൈഡനായ ഉടനെ ദുബായിൽ ഇന്ത്യക്ക് സപ്ലൈ ചെയ്യാൻ ഒരുപാട് റൂട്ട്സ് ഇരിക്കുന്നു. ഡയറക്റ്റ് ദോതിയിൽ ഇറക്കി. ഡെയിലി ഒരു 10-15 ഫ്ലൈറ്റ് വരും. ഇന്നും ഒരു 2 ഫ്ലൈറ്റ് കൂടുതലിടും. ശ്രീരംഗം മൂലം ഇന്ത്യക്ക് അകത്ത് ഇറക്കാം. പാകിസ്ഥാൻ മൂലവും വരാം. ഇത് നേപ്പാൾ വഴിയും അയക്കാം. ബംഗ്ലാദേശ് വഴിയും വരാം. ചുമ്മാ ഒരു ചെങ്കലിനെ എടുത്തിട്ട് അകത്ത് പറഞ്ഞത് പോലെയാണ് കാര്യം. സോ ഒരുപാട് റൂട്ടുകൾ ഇപ്പോൾ ഇരിക്കുന്നു. ഒരു കൊല്ലമായിട്ട് ബിസിനസ് കറക്റ്റായില്ല എന്ന് പറഞ്ഞ് ദുബായ് വിഷമത്തിലാണ് ഇരുന്നത്. ഇപ്പോൾ ദുബായ് ഇരുന്നിട്ട് റെഡിയായി വരുന്നു. നമ്മൾ ആൾക്കാരൊക്കെ അവിടെ കടയിനെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടാണ് ഇരിക്കുന്നത്. അല്ല ബാർ, കല്യാൺ, ടൈറ്റനൊക്കെ. സോ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന സെയിൽ അവിടെ പോകും. ഓവറോളായിട്ട് സെയിലൊന്നും കുറയത്തില്ല. അതിനുശേഷം ഒരു 10 ഗ്രാം 20 ഗ്രാമൊക്കെ ഈ പാസഞ്ചർ വഴി വരും. ഒട്ടൊക്കെ പറഞ്ഞില്ല, അത് വഴിയും വരും. അതിനുശേഷം ഗോൾഡ് സ്റ്റോക്കൊക്കെ അടിപ്പെട്ടാൽ ഗോൾഡ് ETF, സിൽവർ ETF ഒക്കെ ഗുപ്പിന് കയറും. തുഡ് സ്റ്റോപ്പും മണപ്പുറമും പറ്റി എറിഞ്ഞായിരുന്നു. കാരണം അവർ മെയിനായിട്ട് ഗോൾഡ് ലോണാണ് കൊടുക്കുന്നത്. ഒന്നും ചെയ്യാതെ തന്നെ 1000 രൂപ എക്സ്ട്രാ കൊടുക്കുന്ന കാരണം അതേ ഇടയിൽ മോർ ലോൺ കൊടുക്കാമെന്ന് പറയുന്നു. ടൈറ്റൻ, തങ്കമയിൽ, കല്യാൺസൻ ഇതെല്ലാം വിഴുന്നിരിക്കുന്നു. വിഴുന്നതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ ജനങ്ങൾ ഗോൾഡ് വാങ്ങൂല എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ ജനങ്ങൾ അങ്ങനെയല്ല, അവർ അസരാതെ ഗോൾഡ് വാങ്ങും. നമ്മൾ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട. പിന്നെ സൈഡസ് എന്ത് കഴിയുന്നു എന്നാൽ സോട്ടോ US ബേസ്ഡ് കമ്പനിയോടൊപ്പം ഓൺകോളജി ഡ്രഗ് വാങ്ങുന്നു. സൈഡസ് ലൈഫ് സയൻസസ് വന്ന് ഗ്ലോബൽ പുല്ല് എക്സ്പാൻഷൻ പുൽ തള്ളുന്നു. സിപ്ലയർ ഓഫ് പ്രോഫിറ്റ് 55% വിളുന്നിരിക്കുന്നു. വാർലിംഗ് സപ്ലൈ കാശാണ്. അതുപോലെ സപ്ലൈ റിസ്ക് ഒക്കെ ചേർത്ത് മാർജിൻ അടിപെട്ടിരിക്കുന്നു. ബട്ട് നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിലും റിസൾട്ട് നന്നായിരിക്കുന്നു എന്ന് സിപ്ലൈ 7% കൂട്ടിയിരിക്കുന്നു. ഡോക്ടർ റെഡ്ഡിയുടെ റിസൾട്ട് ശരിയല്ല, ബട്ട് അത് വന്നിട്ട് ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് എന്ന് പറഞ്ഞ് അതിനെക്കാട്ടിലും മോശമായിട്ടാണ് എക്സ്പെക്റ്റ് ചെയ്തത്. ബ്രസീലിലും എൻ്റർ ചെയ്യാൻ പോകുന്നു. കനഡയിലും സൂപ്പറായിട്ട് എൻ്റർ ആയിരിക്കുന്നു. എൻ്റെ ഒബേസിറ്റി ഡ്രഗിൽ ജനറിക്കിൽ അവർ മാർക്കറ്റിനെ പിടിക്കുമെന്നാണ് പറയുന്നു. കനഡയിലും ബ്രസീലിലും ഒരു 2 പേരാണ് മാർക്കറ്റിൽ. Q4 പ്രോഫിറ്റ് 70% കയറിയിരിക്കുന്നു. അവർ നീറ്റായിട്ട് ഹാൻഡിൽ ചെയ്യുന്നു. വെറും കമേഴ്ഷ്യൽ വെഹിക്കിൾ മാത്രം തന്നെ ഒരു ചെറിയ പ്രോബ്ലം ഇരിക്കുന്നു. ബസ്സിന് വന്നിട്ട് ഇവർ ഗവൺമെൻറ് അടുത്ത് ടെൻഡർ കോട്ട് ചെയ്യാതെ എല്ലാം എടുത്തുകൊണ്ട് പോയി എന്ന് പറയുന്നു. ടാറ്റ മോട്ടോഴ്സ് എന്ത് പറയുന്നു എന്നാൽ ഓഡിറ്റി പ്രൈസസ് ഒക്കെ കയറും. സോ ഓവറോളായിട്ട് വാശി കയറും ഈ ഇറാൻ വാർ കാരണം എന്ന് പറയുന്നു.
ഇത് ക്യാഷ് വന്നിട്ട് 13,500 crores ഇരിക്കുന്നു ഇപ്പോൾ. കടൻ ഒന്നും വാങ്ങിയില്ല. 10-15% ഈ വർഷം പ്രോഫിറ്റ് ചെയ്ത കാരണം 5,000 കോടി കൊടുക്കാൻ ചാൻസ് ഇരിക്കുന്നു. എത്രയും കൊടുക്കുമെന്ന് അറിയാൻ പറ്റുന്നില്ല. മീഡിയ മാത്രം കടൻ വാങ്ങിയാൽ മതി ഇവാക്കോയിന്. ഇവാക്കോ ഫോറിൻ കമ്പനിയാണ്. ഫോറിനിലെ വാങ്ങി ആ ഡോളറിനെ അഴിക്കും അവർ. ടി വി എസ് മോട്ടോറിൻ്റെ പ്രോഫിറ്റും സർജായിരിക്കുന്നു. ടി വി എസ് മോട്ടോർ രണ്ടും സൂപ്പറായിട്ട് ചെയ്തിരിക്കുന്നു. എക്സ്പോർട്ടിലും അവർക്ക് ഡിമാൻഡ് ഇരിക്കുന്നു. ഇപ്പോൾ അത് നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. അടുത്ത് 10% 30 അകത്ത് അർലൻ ട്രെയിനിലും പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നു. വീൻ ലോജിസ്റ്റിക്സ് പോലെ ചെയ്യാൻ പോകുന്നു. അറ്റിനം ഡ്യൂട്ടി കയറ്റിയത് കാരണം ബ്രിഡ് വെഹിക്കിൾ SG വില ഒക്കെ കയറുമെന്ന് പറയുന്നു. 40,000 കോടി ക്യാപെക്സ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഇന്നുള്ള മുഖ്യ ന്യൂസുകൾ. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു 2ാമത് പാർട്ട്. ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിൽ ഇരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ഇതിൽ. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്കാളെ കൊടുക്കുന്നു. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10-15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ എനിക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകും. നന്ദി, നമസ്കാരം. നമസ്കാരം. കൊച്ചുമേക്ക് വേണ്ടി ഒരു പുസ്തകം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആർക്കെങ്കിലും ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിൽ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ ഇരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം എനിക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം. അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.